രണ്ടിസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ്. അതിവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വെർബ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കി ഇവിടെ നോക്കുക. ഫോർ ഹിം ഡാഷ് ബാക്ക് വാസ് അൺതിങ്കബിൾ. അവനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തനീയമല്ല, ചിന്തിക്കാൻ പറ്റുന്നതല്ല. എന്ത്? തിരിച്ചു പോകുന്നത്, തിരിച്ച് സെയിൽ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ടു സെയിൽ വരുമോ, സെയിൽ വരുമോ, സെയിലിംഗ് വരുമോ, സെയിൽഡ് വരുമോ? അപ്പൊ ഏതായിരിക്കും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? തിരിച്ചു തുഴയുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അൺതിങ്കബിൾ. അപ്പൊ തിരിച്ചു തുഴയുക എന്ന് വരണം. സെയിലിംഗ് നാമം തിരിച്ചു തുഴയുന്നത്. സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുഴയുക, സെയിൽ എന്ന് വെച്ചാൽ തുഴഞ്ഞു. അപ്പൊ ഇവിടെ ടു സെയിലാണോ ഈ സെയിലാണോ, അതായത് ടു ഇൻഫിനിറ്റീവ് ആണോ ദർ ഇൻഫിനിറ്റീവ് ആണോ വരേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വരേണ്ടത്? ടു ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത്. ടു സെയിൽ, അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചിന്തിക്കാൻ പറ്റാത്തതാണ് എന്ന രീതിയിലൊക്കെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടു സെയിലാണ്, ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഫോർ ഹിം ടു സെയിൽ ബാക്ക് വാസ് അൺതിങ്കബിൾ. ഇത് വിഒ ഗ്രേഡ് 2 റൂറൽ ഡെവലപ്മെന്റ് 2016 ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ മോഡൽസ്. മോഡൽ ആക്സസറീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, വി ഡാഷ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. സ്റ്റോമിന് ശേഷം ഞങ്ങൾക്ക് ടെലിഫോൺ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ അതോ നമ്മൾ ഉപയോഗിക്കരുതെന്നാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഷുഡ് ഉണ്ട്, മൈറ്റ് ഉണ്ട്, വുഡ് ഉണ്ട്, കുഡ് ഉണ്ട്. വലിയ കാറ്റും മഴയൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ സാധാരണ എന്ത് സംഭവിക്കുക? ഈ പറയുന്ന എൻ്റെ ടെലിഫോണിൻ്റെ കണക്ഷൻസ് എല്ലാം പോകും. അപ്പം ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ്? കുഡാണ് ആൻസർ. എന്താണ്? കുഡ്. വി കുഡ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, വെൻ വി വെർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പൊ എന്താ? ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ, യങ്ങായിരുന്നപ്പോൾ വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. എന്താണ്? കൂടുതൽ സമയവും ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? കളിക്കാൻ പറ്റി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഈ സെന്റൻസ് എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. വേർ എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് ഫോമിലുള്ള സെന്റൻസ് ആണ്, അത് കഴിഞ്ഞ കാലത്തുള്ള സെന്റൻസ് ആണ്. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതും ഇങ്ങനെ ആയിരിക്കണം, കഴിഞ്ഞ കാലമായിരിക്കണം. ഈ തന്നിരിക്കുന്നിടത്ത് കഴിഞ്ഞ കാലമായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഗുഡാണ്. പിന്നെന്തുണ്ട്? മൈറ്റും ഉണ്ട്. ഇവിടെ ഒരു സാധ്യതയെക്കുറിച്ചല്ല പറയുന്നത്, അതുകൊണ്ട് മൈറ്റ് വേണ്ട. പിന്നെന്തായിരിക്കും ആൻസർ? ഗുഡായിരിക്കും. ഇതായിരിക്കും ഗുഡ്. ഇത് LD ക്ലർക്ക് 2016 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ഗുഡാണ്. അടുത്ത ചോദ്യം, ഷേക്സ്പിയർ ഡാഷ് ആസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ റൈറ്റർ. ഇത് 2015 ചോദിച്ച ചോദ്യമാണ്. ഈസ് റിഗാർഡ് ആണോ, ഈസ് റിഗാർഡിങ് ആണോ, റിഗാർഡ്സ് ആണോ, ഹാസ് റിഗാർഡ്? ഇവിടെ നോക്കാം, ഇവിടെ ഷേക്സ്പിയർ എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. ഷേക്സ്പിയർ ഡാഷ് ആസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ റൈറ്റർ. ഷേക്സ്പിയർ സ്വയം പറയാറുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരും അങ്ങനെ സ്വയം പറയാറില്ല, ഞാൻ വലിയ പ്ലേ റൈറ്ററാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്ലേ റൈറ്റർ ആണെന്ന് പറയുക അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾ ആരെ അംഗീകരിക്കുന്നു? ഷേക്സ്പിയറിനെ. ഇവിടെ ഷേക്സ്പിയർ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് സ്വാഭാവികമായിട്ടും വി ആണ്, നമ്മളാണ്. അതിവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. സോ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന സെന്റൻസ് ആണ്. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന സെന്റൻസ് നമുക്ക് എന്ത് വിളിക്കാം? പാസീവ് വോയിസ് എന്ന് പറയാം. അപ്പൊ ഇത് പാസീവ് വോയിസുള്ള ഒരു സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു പാസീവ് വോയിസുള്ള സെന്റൻസിന്റെ വെർബ് ഫോം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കണം. പൊതുവായിട്ടുള്ള വെർബ് ഫോംസ് എങ്ങനെയാണ്? ബി ഫോംസ് പ്ലസ് V3 ഇത്തരത്തിൽ വരണം.
ഇങ്ങനെ വെർബ് വന്നാലാണ് അത് പാസീവ് വോയിസ് ആണെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇത് പാസീവ് വോയിസ് ആണെന്ന് വ്യക്തമായി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെർബ് ഫോമാണ് കറക്റ്റ് ആക്കേണ്ടത്. അത് ബി ഫോം പ്ലസ് V3. ബി ഫോം എന്ന് പറയുമ്പോൾ ഈസ് വരാം, ആം വരാം, ആർ വരാം, വാസ് വരാം, വേർ വരാം, ഹാസ് ബീൻ വരാം, ഹാവ് ബീൻ വരാം, ഹാഡ് ബീൻ വരാം, ബീയിങ് വരാം, ബീൻ വരാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈസോ ഇല്ല, ഇവിടെ ഈസോ വാസോ സംഭവങ്ങളൊന്നുമില്ല, ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് രണ്ടും തുടക്കത്തിലെ വെട്ടാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈസ് റിഗാർഡഡ്, ഈസ് റിഗാർഡിങ്. ഇവിടെ നമുക്ക് ഈസ് ഉണ്ട് രണ്ടിടത്ത്. അപ്പോൾ അവിടെ നമുക്ക് ഇനി രണ്ടിനും തൽക്കാലം പരിഗണിക്കാം. ഇനി എന്താണ് വരേണ്ടത്? ബി ഫോംസ് കഴിഞ്ഞ് V3 ഫോമാണ് വരേണ്ടത്. അപ്പം അങ്ങനെ V3 ഫോം എന്ന് പറയുമ്പോൾ റിഗാർഡിങ്, ഇതെന്താ ING ഫോമാണ്. അപ്പോൾ ഇത് വേണ്ട. V3 ഫോം എന്ന് പറയുമ്പോൾ ഇതാണ് റിഗാർഡിൻ്റെ V3 ഫോം റിഗാർഡഡ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ A എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഷേക്സ്പിയർ ഈസ് റിഗാർഡഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വി ട്രൈഡ് അവർ ബെസ്റ്റ് ബട്ട് ഡാഷ് നോട്ട് വിൻ ദ മാച്ച്. എന്താണ്? ഞങ്ങൾ നല്ലതുപോലെ പരിശ്രമിച്ചു, ഞങ്ങൾക്ക് പറ്റാവുന്ന പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചു. ബട്ട് ഡാഷ് നോട്ട് വിൻ ദ മാച്ച്, പക്ഷെ ഞങ്ങൾക്ക് മാച്ചിൽ വിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പോൾ അവിടെ ഗുഡാണ് വേണ്ടത്. എന്താണ്? ഗുഡ്. അടുത്ത ചോദ്യം, സീത, രമ ആൻഡ് സീന ഡാഷ് ടു ദ സെയിം സ്കൂൾ. സീതയും രമയും സീനയും ഒരേ സ്കൂളിലാണ് പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രസന്റിലെ ഒരു സെന്റൻസ് ആണിത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. നോക്കുമ്പോൾ ഗോയും ഗോസും സിമ്പിൾ പ്രസന്റ് ആണ്. ഇത് സിമ്പിൾ പാസ്റ്റ് വേണ്ട, ഇത് V3 ഫോമാണ്, അതും വേണ്ട. ഇനി ഗോ വരുമോ ഗോസ് വരുമോ? അതെന്തിനെ ആശ്രയിച്ചാൽ? ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ച. ഇവിടെ നോക്കുമ്പോൾ സബ്ജക്റ്റ് എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ ഇത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അങ്ങനെ ആകുമ്പോൾ പ്ലൂറൽ ഫോം വരണം. അതേതാണ്? ഗോയാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗോയാണ്. ഗോയാണ് ഇവിടെ വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ടോം ഓഫർ ഡാഷ് ആസ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. ഡ്രൈവ് ആണോ, ഡ്രൈവിംഗ് ആണോ, ടു ഡ്രൈവ് ആണോ, ഡ്രൈവർ ആണോ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ടോം ഓഫേർഡ്, ടോം വാഗ്ദാനം ചെയ്തു. എന്ത്? ടു ഡ്രൈവ് അസ്, ഞങ്ങളെ അങ്ങോട്ടാക്കാമോ? എങ്ങോട്ട്? ടു ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാമെന്നാണ് ഓഫർ ചെയ്തത്? കൊണ്ടുപോകാം എന്ന്. അപ്പം അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ടു ഡ്രൈവ് എന്ന്. ഓക്കെ, അപ്പോൾ ടോം ഓഫേർഡ് ടു ഡ്രൈവ് അസ് ടു ദ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഡസൻ ഓറഞ്ചസ് ഡാഷ് ബൈ ₹4.50. ഈസ് ബോട്ടാണോ, വാസ് ബോട്ടാണോ, വെയർ ബോട്ടാണോ, നൺ ഓഫ് ദി അബവ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ ഡസൻ എന്ന് വെച്ചാൽ എത്രയാണ്? 12 എന്നർത്ഥം. അപ്പോൾ 12 ഓറഞ്ചസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പ്ലൂറൽ ഫോമാണ് വരേണ്ടത്. ഇവിടെ വന്നിരിക്കുന്നത് പ്ലൂറലായിട്ട് വന്നിരിക്കുന്നത് വെയർ ബോട്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എ ഡസൻ ഓറഞ്ചസ് വെയർ ബ്രോട്ട് ₹4.50 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐ റിമെമ്പർ മദർ ആൾവേസ് ഡാഷ് ഭജൻസ് ഇൻ ദ ഇവനിങ്സ്. ഞാൻ ഓർക്കുന്നു അമ്മ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നത്? ഭജൻ പാടുന്നത്. എവിടെ? വൈകുന്നേരങ്ങളിൽ. അപ്പോൾ അമ്മ ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, അപ്പോൾ പാടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? സിംഗിങ് ആണ് വേണ്ടത്. സിംഗിങ്. അല്ലെങ്കിൽ ഒരു വെർബ്, ടെൻസ് ഫോമുള്ള വെർബ്, അതിനുശേഷം ഒരു ഒബ്ജക്റ്റ്, ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വെർബ് പ്ലസ് ING ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ വെർബ് റിമെമ്പർ, ഒബ്ജക്റ്റ് മദർ. ഓൾവേസ് ആഡ് വെർബാണ്, അത് നോക്കണ്ട. പിന്നെ ഇവിടെ വരേണ്ടത് ING ഫോം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സിംഗിങ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഓ ദാറ്റ് മോർണിംഗ് ജോൺ വാസ് പാസിംഗ് ഡാഷ് ഹിസ് ബൈസൈക്കിൾ ഐ ആം ഷുവർ. 2014 ചോദിച്ച ചോദ്യമാണ്. ആ രാവിലെ ജോൺ അവൻ്റെ ബൈസൈക്കിളിലാണ് പാസ് ചെയ്തതെന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ ബൈസൈക്കിളിൻ്റെ ഒക്കെ മുമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ബൈ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകമുണ്ട്, ഇവിടെ ഹിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കിളിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളവിടെ എന്ത് ഉപയോഗിക്കാവൂ? ഓൺ ഉപയോഗിക്കാവൂ. ഇതാണ് ഓൺ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓണാണ്. അടുത്ത ചോദ്യം, ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഡാഷ് അപ്പ്.
ഇവിടെ നോക്കും, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ആണ്. പക്ഷേ നമ്മൾ വെർബ് എഗ്രി ചെയ്യേണ്ടത് ഈ ഭാഗത്തെയാണ്, ഈ യൂണിറ്റിനാണ്. ദ പ്രൈസ് എന്ന് പറയുന്ന സംഭവം. ദ പ്രൈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഫോമാണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നതാണ്, ഹാസ് ആണ്. ഹാസ് ഗോൺ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, മൈ റൂം കാൻ ബി ഡേർട്ടി, ഐ ഡാഷ് ഇറ്റ്. എൻ്റെ റൂം അങ്ങനെ ഡേർട്ടി ആവാൻ സാധ്യതയില്ല. ഇവിടെ ക്യാൻ സാധ്യത സൂചിപ്പിക്കാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കാരണം പറയാം, ഐ ഡാഷ് ഇറ്റ്. കാരണം എന്താ, ഞാൻ ഇപ്പം അങ്ങോട്ട് തൂത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരണം. അപ്പോൾ ഇപ്പം അങ്ങോട്ട് ചെയ്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് ഏത് ടെൻസാ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസാ വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? സബ്ജക്റ്റ്, പിന്നെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെ വരണം. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഹാസ് ഓർ ഹാവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ ഹാസ് ഉണ്ട്, ഇവിടെ ഹാവ് ഉണ്ട്. അതെന്തിനെ ആശ്രയിച്ചാ? ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ച. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഐ ആണ്. ഐ യുടെ കൂടെ എന്തേ വരത്തുള്ളൂ? ഹാവേ ചേരത്തുള്ളൂ. അങ്ങനെ അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഐ ഹാവ് ജസ്റ്റ് ക്ലീൻഡ് ഇറ്റ്. അടുത്ത ചോദ്യം, വി കനോട്ട് ഗോ ഔട്ട് നൗ ബിക്കോസ് ഇറ്റ് ഡാഷ്. നമുക്ക് ഇപ്പോൾ പുറത്തു പോകാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അങ്ങനെ ആകുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇവിടെ ഇറ്റ് സബ്ജക്റ്റ് ആണ്, സിംഗുലർ ആയതുകൊണ്ട് ഈസ്, പിന്നെ റെയിൻ്റെ കൂടെ ING. ഇറ്റ് ഈസ് റെയിനിങ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഹൗ ലോങ് ഹാവ് ഡാഷ് ഹിയർ. നിങ്ങൾ എത്ര നാളുകൊണ്ട് ഇവിടെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നേരം കൊണ്ട് ഇവിടെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? യു വെയിറ്റ്, യു ബീൻ വെയിറ്റിംഗ്, യു ആർ വെയിറ്റിംഗ്, യു വെയിറ്റഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര നേരം കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ തുടങ്ങി വെച്ചതോ കഴിഞ്ഞ കാലത്തിലെ ഒരു സമയത്ത്. അപ്പോൾ കഴിഞ്ഞ കാലത്തിലെ ഒരു സമയത്ത് തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ക്രിയകളെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ഉപയോഗിക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. ഇവിടെ ഹാവ് ഉണ്ട്, പിന്നെ ഇത് ഇൻട്രോഗേറ്റീവ് സെൻസ് ആയതുകൊണ്ട് അതിനുശേഷം സബ്ജക്റ്റ് വരണം, അതാണ് യു. പിന്നെ ഇതിൻ്റെ കൂടെ ചേരേണ്ടത് ബീൻ ആണ്, ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. അങ്ങനെ നമ്മൾ ബീൻ വെയിറ്റ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് 14 years സിൻസ് ഐ ഡാഷ് ഹിം. അതായത് ഇപ്പോൾ എന്താണ്? 14 വർഷമായി. എന്തിനു ശേഷമോ? ഞാൻ അവനെ കണ്ടതിന് ശേഷം. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? സിൻസ് വരുമ്പോൾ അതിനുശേഷം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. അപ്പം അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? സോ. ഇതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം, ദേ ഡാഷ് ദ സെയിം മിസ്റ്റേക്ക് 4 times ദിസ് മന്ത്. അവർ ഈ മാസം ഒരേ മിസ്റ്റേക്ക് തന്നെ 4 പ്രാവശ്യം വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ചെയ്തിട്ടുണ്ട്, അതായത് അവർ ഈ ചെയ്ത കാര്യത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ആണ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അപ്പോൾ അങ്ങനെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോൾ ഹാവ്, മേക്കിൻ്റെ V3 ഹാവ് മെയ്ഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മിസ്റ്റർ ജോൺസ് ഡാഷ് ഇൻ ദിസ് കമ്പനി സിൻസ് 1997 ബട്ട് നൗ ഹീസ് നോട്ട്. അതായത് 1997 മുതൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു, എന്നാൽ ഇപ്പോഴല്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ കാലത്തുള്ള സംഭവം. 1997 തുടങ്ങിയതും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും അവസാനിപ്പിച്ചതെല്ലാം കഴിഞ്ഞ കാലത്തിലാണ്. എന്നാൽ ഇപ്പോഴത്തെ കാര്യം പറയുന്നുണ്ട്, ഇപ്പോൾ അവൻ അവിടെ ജോലി ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ കാലത്തിലെ ഒരു നിശ്ചയ സമയത്ത് തുടങ്ങി കഴിഞ്ഞ കാലത്തിൽ നിന്ന് തുടർന്ന് കഴിഞ്ഞ കാലത്തിൽ നിന്ന് അവസാനിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ ടെൻസിനെ നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് എന്ന് പറയാം. എന്നുവെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING.
ഹാഡ് ബീൻ പ്ലസ് വർക്ക് പ്ലസ് ഐ എൻ ജി അങ്ങനെ വന്നിരിക്കുന്നുണ്ടോ നോക്കുമ്പോൾ എവിടെ താണ്ടി ഇവിടെ ഉണ്ട് എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. മിസ്റ്റർ ജോൺസ് ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി സിൻസ് 1997 ബട്ട് നൗ ഹി ഈസ് നോട്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് ഡാഷ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് ആണ്. പക്ഷെ നമ്മൾ എഗ്രി ചെയ്യേണ്ടത് ഈ ദ സ്റ്റഡി എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അത് സിംഗുലറാണ്. അങ്ങനെ ഇവിടെയും സിംഗുലർ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നതായിരിക്കും ഈസ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഹാസ് വരില്ല, കാരണം ആണെന്ന് പറയാം. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഈസ് ഓർ ആമോർ ആറാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഹാസ് വരത്തില്ല. പിന്നെ തരത്തുള്ളൂ ഈസ് ആണ് വരേണ്ടത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഇതിൻ്റെ ചോദ്യങ്ങളും ഇതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.